ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനീഷാണ്. അനീഷ് ലേണിംഗ് അസംബ്ലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം ഫോബിയകളാണ്. ഭയങ്ങൾ. മനുഷ്യന് ഒത്തിരി ഭയങ്ങളുണ്ട്. ഓരോ തരത്തിലും. ഇപ്പോൾ മൃഗത്തോടുള്ള ഭയം, നായയോട്, പൂച്ചയോട്, അതുപോലെ സൂചി, അങ്ങനെയുള്ള ഒത്തിരി ഭയങ്ങളുണ്ട്. നിങ്ങളെല്ലാവരും അവസാനം വരെയും കാണണം. വീഡിയോയിൽ കോഡിലൂടെയാണ് അത് ക്ലാസ് നമുക്ക് മനസ്സിലാക്കി പഠിക്കുന്ന രീതിയാണ്. അപ്പോൾ അതുപോലെ ഒരു സന്തോഷ വാർത്ത, എല്ലാവരും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. 1000 സബ്സ്ക്രൈബേഴ്സായി. അപ്പോൾ എല്ലാവർക്കും, നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന വിഷയം ഫോബിയകളാണ്. അതായത് ഉള്ളിലെ അകാരണമായ ഭയങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യമായി അച്ചീവ് മീ ഫോബിയാണ്. അച്ചീവ് മീ ഫോബിയ എന്ന് പറയുന്നത് അച്ചീവ് ചെയ്യുമ്പോൾ, അതായത് വിജയിക്കുമോ എന്നുള്ള ഭയത്തിനെയാണ് അച്ചീവ് മീ ഫോബിയ എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം, ഇപ്പോൾ ഒരു ലക്ഷ്യം, സ്പോർട്സോ അങ്ങനെ എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിൽ ജയിക്കുമോ എന്നുള്ളൊരു ഭയം കാരണം ആരും, കുറേ പേര്, അതായത് മറ്റുള്ളവർ ഇതിൽ പങ്കെടുക്കാതെ തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഭയമുള്ള ആൾക്കാർ. അപ്പോൾ അച്ചീവ് ചെയ്യുമോ, വിജയിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഭയമാണ് അച്ചീവ് മീ ഫോബിയ എന്നറിയപ്പെടുന്നത്. വിജയിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ഭയം അച്ചീവ് മീ ഫോബിയ എന്ന് അറിയപ്പെടുന്നു. അടുത്തത് ആക്രോഫോബിയാണ്. ആക്രോഫോബിയ എന്നറിയപ്പെടുന്നത് ഉയർന്ന സ്ഥലങ്ങളോടുള്ള ഭയത്തിനെയാണ് ആക്രോഫോബിയ എന്നറിയപ്പെടുന്നത്. അതായത് നല്ല ഉയരങ്ങളുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഭയത്തിനെയാണ് ആക്രോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് എയ്റോഫോബിയാണ്. എയ്റോഫോബിയ എന്നറിയപ്പെടുന്നത് വിമാനയാത്രയോടുള്ള ഭയത്തെയാണ്. നമുക്ക് അതിൽ പേരിൽ തന്നെ ഉണ്ട്, എയറിനോടുള്ള ഭയം, അതായത് വിമാനയാത്രയോട്. അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. എയറിൽ പോകുന്ന വിമാനം, എയറിലല്ലേ പോകുന്നത്. അപ്പോൾ വിമാനയാത്രയോടുള്ള ഭയത്തെയാണ് എയ്റോഫോബിയ എന്നറിയപ്പെടുന്നത്. വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിനോടുള്ള ഭയം എയ്റോഫോബിയ എന്നറിയപ്പെടുന്നു. അടുത്തത് അഗോരോഫോബിയാണ്. അഗോരോഫോബിയ എന്നറിയപ്പെടുന്നത് തുറസായ സ്ഥലത്തോടും ആൾക്കൂട്ടത്തെയും ഭയപ്പെടുന്നതിനെയാണ് അഗോരോഫോബിയ എന്നറിയപ്പെടുന്നത്. അഗോരോഫോബിയ എന്ന് പറഞ്ഞാൽ തുറസായ, നല്ല ഓപ്പണായി കിടക്കുന്ന ഒരു ഇപ്പം നമ്മൾ വലിയൊരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് നല്ല ഓപ്പണായി കിടക്കല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഭയത്തെയും, അതുപോലെ ജനങ്ങൾ, ഒരുപാട് ആൾക്കൂട്ടം, വലിയൊരു സദസ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞാലുള്ള ഭയത്തെയാണ് അഗോരോഫോബിയ എന്നറിയപ്പെടുന്നത്. അഘോരമായ ജനം, അങ്ങനെ ആ രീതിക്ക് നമുക്ക് പഠിക്കാവുന്നതാണ്. അഘോരമായ ജനത്തെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭയത്തിനാണ് അഗോരോഫോബിയ എന്നറിയപ്പെടുന്നത്. അടുത്തതായി ഐലൂരോഫോബിയാണ്. ഐലൂരോഫോബിയ എന്ന് പറഞ്ഞാൽ പൂച്ചയോടുള്ള ഭയമാണ്. പൂച്ച മാന്തും, കടിക്കും, അങ്ങനെ ആ രീതിയിലുള്ള ഭയമാണ് ഐലൂരോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. പൂച്ചയോടുള്ള ഭയം അറിയപ്പെടുന്ന പേര് ഐലൂരോഫോബിയ എന്നാണ്. അടുത്തതായി അലക്ട്രോഫോബിയ എന്നറിയപ്പെടുന്നത് കോഴി പേടിയാണ്. കോഴിയോടുള്ള പേടിയാണ് അലക്ട്രോഫോബിയ എന്നറിയപ്പെടുന്നത്. കോഴി കൊത്താൻ വരും, കടിക്കാം, ആ രീതിയിലുള്ള ഭയത്തിനെയാണ് അലക്ട്രോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. കോഴിയോടുള്ള ഭയത്തെ അറിയപ്പെടുന്നത് അലക്ട്രോഫോബിയ. പൂച്ചയോടുള്ള ഭയത്തെ അറിയപ്പെടുന്നത് ഐലൂരോഫോബിയ എന്ന് അറിയപ്പെടുന്നു. അടുത്തത് അമത്തോഫോബിയ. അമത്തോഫോബിയ എന്നറിയപ്പെടുന്നത് പൊടിപടലങ്ങളോടുള്ള ഭയമാണ്. നമ്മൾ ഡസ്റ്റ് അലർജി എന്നൊക്കെ പറയുന്നില്ലേ, അപ്പോൾ അതുപോലെ ഡസ്റ്റ് അലർജി വരും, അങ്ങനെയൊരു പ്രോബ്ലംസ് വരും എന്നുള്ളൊരു ഭയത്തിനെയാണ് അമത്തോഫോബിയ എന്നറിയപ്പെടുന്നത്. അമത്തോഫോബിയ എന്നറിയപ്പെടുന്നത് പൊടിപടലങ്ങളോടുള്ള ഭയമാണ്. അടുത്തതായി ആൻഡ്രോഫോബിയാണ്. ആൻഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ കൗമാര സ്ത്രീകളിലെ പുരുഷ ഭയമാണ്. നമ്മൾ യൗവനക്കാരായ സ്ത്രീകൾക്ക് പുരുഷന്മാരോട്, പല ആൾക്കാരെയും കാണുമ്പോൾ അവരോടുള്ള ഭയം ഇല്ലേ, അതിനെയാണ് കൗമാര സ്ത്രീകളിലെ പുരുഷ ഭയം എന്നറിയപ്പെടുന്നത്. ആൻഡ്രോഫോബിയ എന്ന് പറഞ്ഞാൽ കൗമാര സ്ത്രീകളിലെ പുരുഷന്മാരോടുള്ള ഭയത്തിനെയാണ് ആൻഡ്രോഫോബിയ എന്നറിയപ്പെടുന്നത്. അടുത്തതായി ആന്ത്രോപോഫോബിയാണ്. ആന്ത്രോപോഫോബിയ എന്ന് പറഞ്ഞാൽ ആളുകളോടുള്ള ഭയമാണ്. ആളുകളെ ഭയപ്പെടുന്നതിനെയാണ് ആന്ത്രോപോഫോബിയ എന്ന് പറയുന്നത്. ആന്ത്രോപോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഓരോ വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വരും, അങ്ങനെയുള്ളൊരു ഭയമില്ല. അവരുടെ മുഖങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഭയം തോന്നും. അങ്ങനെയുള്ളൊരു ഭയത്തെയാണ്, ആളുകളെ ഭയപ്പെടുന്നതിനെയാണ് ആന്ത്രോപോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. ആന്ത്രോപോഫോബിയ എന്നറിയപ്പെടുന്നത് ആളുകളോടുള്ള ഭയം. നമ്മൾ ഒരു ആൾക്കൂട്ടത്തെ ഭയം എന്ന് പറഞ്ഞു, അതുപോലെ ഓരോ സ്ത്രീകൾക്ക് ഭയം എന്ന് പറഞ്ഞു, പുരുഷന്മാരെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അതുപോലുള്ളൊരു ഭയമാണ് ആന്ത്രോപോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി അഫൻഫോസം ഫോബിയ എന്ന് പറഞ്ഞതാണ്. അഫൻഫോസം ഫോബിയ എന്ന് പറയുന്നത് ശരീരം സ്പർശിക്കുന്നതുമായിട്ടുള്ള ഭയമാണ്. അതായത് നമ്മുടെ ശരീരത്തിൽ ആരെങ്കിലും സ്പർശിക്കുമോ എന്നുള്ള ഭയം. ഇപ്പോൾ ലേഡീസിനാണെങ്കിലും, ഇപ്പോൾ ആരെങ്കിലും ഒരാൾ അടുത്ത് നിൽക്കുകയാണെങ്കിൽ അവർ നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുകയോ അങ്ങനെ തൊടുകയോ എന്നുള്ള ഒരു ഭയമാണ് അഫൻഫോസം ഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി അക്വാഫോബിയ എന്നാണ്. അക്വാഫോബിയ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു ആണ്. അക്വ പറഞ്ഞ വാട്ടർ, വെള്ളവുമായി ബന്ധപ്പെട്ടുള്ള ഭയമാണ് അക്വാഫോബിയ എന്നറിയപ്പെടുന്നത്. വെള്ളത്തോടുള്ള ഭയം, വെള്ളത്തിൽ ചവിട്ടാൻ പാടില്ല, അല്ലെങ്കിൽ വെള്ളം തട്ടും, അങ്ങനെയുള്ള ഒരു ഭയത്തെയാണ് അക്വാഫോബിയ എന്നറിയപ്പെടുന്നത്. അക്വാഫോബിയ എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്. അക്വ എന്ന് പറഞ്ഞ വാട്ടറാണ്, വാട്ടറുമായി സംബന്ധപ്പെട്ട ഭയത്തിനെയാണ് അക്വാഫോബിയ എന്ന് അറിയപ്പെടുന്നത്.
അടുത്തത് അർച്ചനോഫോബിയ എന്നറിയപ്പെടുന്നത് ചിലന്തിയോടുള്ള ഭയമാണ്. അർച്ചനോഫോബിയ എന്നറിയപ്പെടുന്നത് ചിലന്തി പേടി എന്നറിയപ്പെടുന്നത്. അതായത് നമ്മൾ ചിലന്തികളോടുള്ള ഭയത്തിനെയാണ് അർച്ചനോഫോബിയ എന്നറിയപ്പെടുന്നത്. അടുത്തത് അസ്ട്രോഫോബിയ. അസ്ട്രോഫോബിയ എന്നറിയപ്പെടുന്നത് ഇടിമിന്നലിനോടുള്ള ഭയമാണ്. അസ്ട്രോഫോബിയ എന്നറിയപ്പെടുന്നത് ഇടിമിന്നലിനെ ഭയപ്പെടുന്നതിനെയാണ് അസ്ട്രോഫോബിയ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇടിമിന്നലും അതുപോലെ മഴ വരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ്ട്രോളജിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ആസ്ട്രോഫോബിയ നമുക്ക് അതുമായി കണക്ട് ചെയ്ത് പഠിക്കാം. അടുത്തതായി ആറ്റ്ചിഫോബിയ. ആറ്റ്ചിഫോബിയ എന്ന് പറഞ്ഞാൽ തോൽക്കുമെന്നുള്ള ഭയം. അതായത് മുമ്പ് നമ്മൾ പറഞ്ഞത് ജയിക്കുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ തോൽക്കുമെന്നുള്ളൊരു ഭയമാണ് ആറ്റ്ചിഫോബിയ എന്നറിയപ്പെടുന്നത്. ഓരോ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പങ്കെടുക്കുമ്പോൾ അതിൽ നിന്ന് തോൽക്കുമെന്നുള്ളൊരു ഭയം കാരണം നമ്മൾ അതിൽ പങ്കെടുക്കാതിരിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഭയത്തിനാണ് ആറ്റ്ചിഫോബിയ എന്നറിയപ്പെടുന്നത്. തോൽക്കുമെന്നുള്ള ഭയമാണ് ആറ്റ്ചിഫോബിയ. അടുത്തത് ഓട്ടോഫോബിയ. ഓട്ടോഫോബിയ എന്നറിയപ്പെടുന്നത് ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള ഭയമാണ്. ഓട്ടോഫോബിയ എന്നറിയപ്പെടുന്നത് ഒറ്റപ്പെട്ടു പോകും, മറ്റുള്ളവരിൽ നിന്നും എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്ന, എല്ലാവരും നമ്മളെ തള്ളി മാറ്റി നിർത്തുന്നില്ലേ, ഓരോ കാര്യങ്ങൾക്കും നമ്മളെ വേറിട്ട് നിർത്തുന്ന ആ ഒരു അവസ്ഥയാണ് ഓട്ടോഫോബിയ എന്നറിയപ്പെടുന്നത്. ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള ഭയമാണ് ഓട്ടോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ബേസിഫോബിയ അല്ലെങ്കിൽ ബാസിഫോബിയ എന്നൊക്കെ അറിയപ്പെടുന്നു. അത് വീഴുമെന്നുള്ള ഭയം. അതായത് നമ്മുടെ അടിസ്ഥാനമില്ലാതെ ബേസില്ലാതെ വീണ് പോകുന്ന ഒരവസ്ഥയാണ് ബേസിഫോബിയ അല്ലെങ്കിൽ ബാസിഫോബിയ എന്നറിയപ്പെടുന്നത്. വീഴുമെന്നുള്ള ഭയം, കാല് തട്ടി സ്ലിപ്പായി വീഴും. നമുക്ക് കറക്റ്റ് ഒരു ലെവലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അടിതെറ്റി ആനയും വീഴുമെന്ന് കേട്ടിട്ടില്ലേ. അതുപോലെ ഇപ്പോൾ ബേസ് ഇല്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ബേസില്ലാതെ ഈ വീഴുമെന്നൊരു ഭയമാണ് ബേസിഫോബിയ അല്ലെങ്കിൽ ബാസിഫോബിയ എന്നറിയപ്പെടുന്നത്. അടുത്തത് കാർസിനോഫോബിയ. ക്യാൻസർ വരുമോ എന്നുള്ള ഭയത്തിനെയാണ് കാർസിനോഫോബിയ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരു അസുഖം വരും എന്നുള്ള പേടിക്കണേ, എനിക്കിങ്ങനെ ഒരു അസുഖം, അപ്പോൾ എന്തെങ്കിലും ഒരു സിംറ്റം കാണുമ്പോൾ എനിക്ക് ആ അസുഖമാണെന്ന് പറഞ്ഞ് ഭയപ്പെടുന്നില്ലേ. അപ്പോൾ ക്യാൻസർ എന്ന രോഗം വരുമെന്നുള്ള ഒരു ഭയത്തിനെയാണ് കാർസിനോഫോബിയ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ക്യാൻസർ രോഗം എനിക്ക് വരും അല്ലെങ്കിൽ ക്യാൻസർ രോഗം വരുമെന്നുള്ള ഭയത്തിനെയാണ് കാർസിനോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ക്ലാസ്ട്രോഫോബിയ എന്നറിയപ്പെടുന്നത് ലിഫ്റ്റ്, ഇടുങ്ങിയ മുറി പോലുള്ളതിനെയൊക്കെ ഭയപ്പെടുന്നതിനെയാണ് ക്ലാസ്ട്രോഫോബിയ. ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ഇടുങ്ങിയതല്ലേ, അപ്പോൾ അത് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ ക്ലാസ്ട്രോഫോബിയ എന്നറിയപ്പെടുന്നത് ലിഫ്റ്റ്, അതുപോലെ ചെറിയ ഇടുങ്ങിയ മുറികളിൽ ഉള്ള ഭയമാണ് ക്ലാസ്ട്രോഫോബിയ എന്നറിയപ്പെടുന്നത്. ചെറിയ റൂമുകൾ, ചെറിയ ഭാഗങ്ങളിലെ ഉള്ള ഭയമാണ് ക്ലാസ്ട്രോഫോബിയ എന്ന് നമുക്ക് അറിയപ്പെടുന്നത്. അടുത്തത് സൈനോഫോബിയ എന്നറിയപ്പെടുന്നത് പട്ടിയെ ഭയപ്പെടുന്ന അവസ്ഥയാണ്. പട്ടികളെക്കുറിച്ച് നായി കടിക്കാൻ വരും അല്ലെങ്കിൽ നായി നമ്മളെ മുടുക്കുന്നുള്ള ആ ഒരു അവസ്ഥ വരുന്നില്ലേ, നായി മുടുക്കം നമ്മളെ ഭയപ്പെട്ട് ഓടുന്നില്ലേ, അതിനെയാണ് പറയുന്നത് സൈനോഫോബിയ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ആ പട്ടിയെക്കുറിച്ചുള്ള ഭയത്തിനെയാണ് സൈനോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി എമിറ്റോഫോബിയാണ്. എമിറ്റോഫോബിയ എന്ന് പറഞ്ഞാൽ ഛർദിയുമായി ബന്ധപ്പെട്ടുള്ളൊരു ഭയമാണ്. അതായത് നമ്മൾ ബസ്സിൽ ലോങ് യാത്രയൊക്കെ പോകില്ലേ, KSRTC ബസ്സിൽ, ഏതെങ്കിലും ബസ്സുകളിൽ നമ്മൾ ലോങ് യാത്ര പോകുമ്പോൾ നമുക്ക് വൊമിറ്റിംഗ് സെൻസേഷനുള്ള ആ ഒരു ഭയമാണ് എമിറ്റോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എമിറ്റോഫോബിയ എന്ന് പറഞ്ഞാൽ യാത്രകൾ ചെയ്യുമ്പോൾ ഛർദി വരുമെന്നുള്ള ഭയത്തിനെയാണ് എമിറ്റോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി എൻക്ലോഫോബിയ. എൻക്ലോഫോബിയ എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടത്തോടുള്ള ഭയമാണ്. ആൾക്കൂട്ടത്തെ ഭയക്കുന്നതാണ് എൻക്ലോഫോബിയ എന്നറിയപ്പെടുന്നത്. നമ്മൾ മുമ്പ് അർച്ചനോഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തുറസായ സ്ഥലത്തെയും ആൾക്കൂട്ടത്തോടുള്ള ഭയവുമാണ് അർച്ചനോഫോബിയ എന്നറിയപ്പെടുന്നത്. ഇത് എൻക്ലോഫോബിയ, ആൾക്കൂട്ടത്തെ മാത്രമുള്ള ഭയം. ഒരുപാട് വലിയ സദസ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞാലുള്ള ഭയത്തിനാണ് എൻക്ലോഫോബിയ എന്നറിയപ്പെടുന്നത്. അതുപോലെ അർച്ചനോഫോബിയ എന്നറിയപ്പെടുന്നത് വലിയ തുറന്ന സ്ഥലവും ഓപ്പണായ സ്ഥലവും അതുപോലെ ആൾക്കൂട്ടത്തോടുള്ള ഭയവുമാണ്. രണ്ടും കൂടിയുള്ള ഭയത്തിനെയാണ് അർച്ചനോഫോബിയ എന്നറിയപ്പെടുന്നത്. ഇത് എൻക്ലോഫോബിയ എന്നറിയപ്പെടുന്നത് ആൾക്കൂട്ടത്തോടുള്ള ഭയം മാത്രം. അടുത്തത് എൻഡമോഫോബിയാണ്. എൻഡമോഫോബിയ എന്നറിയപ്പെടുന്നത് ചെറു പ്രാണികളോടുള്ള ഭയമാണ്. ചെറിയ പ്രാണികളും പാറ്റകളും ഒക്കെ ഇല്ലേ, അതിനോടുള്ള ഭയത്തിനെയാണ് എൻഡമോഫോബിയ എന്ന് പറയുന്നത്. അപ്പോൾ എൻഡമോളജി എന്ന് പറഞ്ഞാൽ ചെറുപ്രാണികളെക്കുറിച്ചുള്ള പഠനശാഖയാണ്. അതുപോലെ എൻഡമോഫോബിയ എന്നറിയപ്പെടുന്നത് ചെറുപ്രാണികളോടുള്ള ഭയത്തിനെയാണ് എൻഡമോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. ഇത് രണ്ടും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. അടുത്തത് ജെഫ്രോഫോബിയ. ജെഫ്രോഫോബിയ എന്നറിയപ്പെടുന്നത് പാലങ്ങളോടുള്ള ഭയമാണ്. നമ്മൾ ഉയരങ്ങളുള്ള പാലങ്ങളും ഇപ്പോൾ ഒരു പാലത്തിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ അങ്ങനെയൊക്കെയുള്ള ഭയത്തിനെയാണ് ജെഫ്രോഫോബിയ എന്നറിയപ്പെടുന്നത്. ജെഫ്രോഫോബിയ എന്നറിയപ്പെടുന്നത് പാലങ്ങളിലുള്ള ഭയത്തെയാണ്. പാലങ്ങളോടുള്ള ഭയം, പാലത്തിലൂടെ നടക്കാൻ അങ്ങനെയുള്ള ഭയത്തെയാണ് ജെഫ്രോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഗ്ലോബോഫോബിയ. ഗ്ലോബോഫോബിയ എന്നറിയപ്പെടുന്നത് ബലൂണിനോടുള്ള ഭയമാണ്. അപ്പോൾ ബലൂൺ നമ്മൾ ഊതിപ്പൊട്ടിക്കുക അങ്ങനെയുള്ള ആ ഒരു ഇതൊക്കെ ആവുന്നില്ലേ, അങ്ങനെയുള്ള ഭയത്തെയാണ് ഗ്ലോബോഫോബിയ എന്നറിയപ്പെടുന്നത്. ഗ്ലോബോഫോബിയ എന്നറിയപ്പെടുന്നത് ബലൂണോടുള്ള ഭയം. ഗ്ലോബ് പോലെ ഇരിക്കില്ല ബലൂൺ വീർപ്പിച്ച് കഴിഞ്ഞാൽ, അപ്പോൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഗ്ലോബോഫോബിയ എന്നറിയപ്പെടുന്നത് ബലൂണിനോടുള്ള ഭയത്തെയാണ്.
അടുത്തത് ഗ്ലോസോഫോബിയ. ഗ്ലോസോഫോബിയ എന്നറിയപ്പെടുന്നത് സഭയെ അഭിമുഖീകരിക്കാനുള്ള ഭയമാണ്. സദസ്സിൽ കയറിയിട്ട് പ്രസംഗം നടത്താനോ അങ്ങനെയുള്ള സഭയെ ഒരു മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള ഭയത്തിനെയാണ് ഗ്ലോസോഫോബിയ എന്നറിയപ്പെടുന്നത്. ഒരു സഭയെ അഭിമുഖീകരിക്കാനുള്ള ഭയമാണ് ഗ്ലോസോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഹീലിയോഫോബിയ എന്നുള്ള ഭയമാണ്. ഹീലിയോഫോബിയ എന്നറിയപ്പെടുന്നത് സൂര്യപ്രകാശത്തോടുള്ള ഭയം. സൂര്യപ്രകാശം തട്ടി ശരീരത്തിലെ സ്കിന്നിന് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വരുന്നുള്ള ഭയത്തിനെയാണ് ഹീലിയോഫോബിയ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഹീലിയോഫോബിയ എന്നറിയപ്പെടുന്നത് സൂര്യപ്രകാശത്തോടുള്ള ഭയം. സൂര്യപ്രകാശം തട്ടി സൂര്യനിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ഹൈഡ്രജൻ ഹീലിയമാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഹീലിയോഫോബിയ എന്നറിയപ്പെടുന്നത് സൂര്യപ്രകാശത്തോടുള്ള ഭയം എന്നറിയപ്പെടുന്നു. അടുത്തത് ഹീമോഫോബിയ. ഹീമോഫോബിയ എന്നറിയപ്പെടുന്നത് ചോര കാണുമ്പോഴുള്ള ഭയം. അതായത് രക്തം കാണുമ്പോൾ നമ്മൾ ബ്ലഡിൽ നമ്മുടെ കയ്യിൽ നിന്നോ ശരീരത്തിൽ നിന്നോ എവിടെയെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ ആകുമ്പോൾ നല്ല ബ്ലഡ് കാണില്ലേ, അപ്പോൾ അത് ആ ബ്ലഡിനോടുള്ള ഭയത്തിനെയാണ് ഹീമോഫോബിയ എന്നറിയപ്പെടുന്നത്. രക്തത്തെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്ന ഹെമറ്റോളജി എന്നാണ്. അപ്പോൾ ഹീമോഫോബിയ എന്നറിയപ്പെടുന്നത് രക്തത്തോടുള്ള ഭയത്തിനെയാണ്. അപ്പോൾ രണ്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. ഹെമറ്റോളജി എന്നറിയപ്പെടുന്ന രക്തത്തെക്കുറിച്ചുള്ള പഠനശാഖ, ഹീമോഫോബിയ എന്നറിയപ്പെടുന്നത് രക്തം കാണുമ്പോഴുള്ള ഭയം. അപ്പോൾ രണ്ടും കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. അടുത്തതായി ലെപ്പിഡോപ്ട്രോഫോബിയ. ലെപ്പിഡോപ്ട്രോഫോബിയ പറയുന്നത് ചിത്രശലഭങ്ങളോടുള്ള ഭയത്തിനെയാണ്. ചിത്രശലഭങ്ങളോടുള്ള ഭയത്തിന് അറിയപ്പെടുന്ന പേരാണ് ലെപ്പിഡോപ്ട്രോഫോബിയ. അപ്പോൾ ചിത്രശലഭങ്ങളുടെ തൊടുമ്പോൾ നമ്മൾ കയ്യിലൊക്കെ ആ ഒരു പൊടിയാവുന്നില്ലേ, അപ്പോൾ അങ്ങനെയുള്ള ഭയം, ചിത്രശലഭങ്ങളോടുള്ള ഭയത്തിനെയാണ് ലെപ്പിഡോപ്ട്രോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് മെറ്റോഫോബിയാണ്. മെറ്റോഫോബിയ എന്നറിയപ്പെടുന്നത് മാറ്റത്തോടുള്ള ഭയമാണ്. മാറ്റത്തോടുള്ള ഓരോ സ്ഥലങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങളോ കാലാവസ്ഥയോ അങ്ങനെയുള്ള വ്യത്യാസങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന ഭയത്തിനെയാണ് മെറ്റോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. മാറ്റത്തിലുള്ള ഭയത്തിനെയാണ് മെറ്റോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് മോണോഫോബിയാണ്. മോണോഫോബിയ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് കഴിയാനുള്ള ഭയത്തിനെയാണ് മോണോഫോബിയ എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് തനിച്ചിരിക്കാനോ അങ്ങനെ തനിച്ചു പോകാനുള്ള ഭയമില്ലേ, അതിനെയാണ് മോണോഫോബിയ എന്നറിയപ്പെടുന്നത്. അതായത് ഒറ്റയ്ക്ക് കഴിയാനുള്ള ഭയത്തിനെ. അപ്പോൾ അത് മോണോഫോബിയയുടെ ആ പേരിൽ തന്നെ ഉണ്ട് ഒറ്റ എന്നുള്ളത്. അത് മോണോ എന്ന് പറഞ്ഞാൽ ഏകൻ, അങ്ങനെ ഒറ്റ എന്നുള്ളത്. അപ്പോൾ മോണോഫോബിയ എന്ന് നമുക്ക് അങ്ങനെ മനസ്സിലാക്കി പഠിക്കാവുന്നതാണ്. മോണോഫോബിയ ഒറ്റയ്ക്ക് കഴിയാനുള്ള ഭയത്തിനെയാണ് അറിയപ്പെടുന്നത്. അടുത്തത് മൈസോഫോബിയ ആണ്. മൈസോഫോബിയ എന്നറിയപ്പെടുന്നത് അണുക്കളോടുള്ള ഭയത്തിനെയാണ്. മൈസോഫോബിയ എന്നറിയപ്പെടുന്നത് അണുക്കളോട്, ചെറിയ ചെറിയ അണുക്കളും ബാക്ടീരിയ അങ്ങനെയുള്ള ഐറ്റംസ് ഇല്ലേ, അപ്പോൾ അതിനോടുള്ള ഭയത്തിനെയാണ് മൈസോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് നൈറ്റോഫോബിയാണ്. നൈറ്റോഫോബിയ എന്നറിയപ്പെടുന്നത് രാത്രിയെയും ഇരുട്ടിനെയും ഉള്ള ഭയമാണ്. രാത്രിയെയും ഇരുട്ടിനെയും ഉള്ള ഭയത്തിന് നൈറ്റോഫോബിയ എന്ന് അറിയപ്പെടുന്നു. അതായത് ഇപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ രാത്രി പുറത്തിറങ്ങാതിരിക്കില്ലേ, ഇരുട്ടിനെയും രാത്രി ഭയത്തോട് കൂടിയിട്ട് പുറത്തിറങ്ങാതിരിക്കുന്ന ആ അവസ്ഥയാണ് നൈറ്റോഫോബിയ എന്നറിയപ്പെടുന്നത്. ഇരുട്ടിനെയും രാത്രിയെയും ഭയപ്പെടുന്നതിനെ നൈറ്റോഫോബിയ എന്ന് അറിയപ്പെടുന്നു. അടുത്തത് ഓഫിഡിയോഫോബിയാണ്. ഓഫിഡിയോഫോബിയ എന്നറിയപ്പെടുന്നത് പാമ്പുകളെക്കുറിച്ചുള്ള ഭയമാണ്. പാമ്പുകളോടുള്ള ഭയമാണ് ഓഫിഡിയോഫോബിയ എന്നറിയപ്പെടുന്നത്. അതായത് പാമ്പിനെ ഭയപ്പെടുന്ന ആ ഇതിനെയാണ് ഓഫിഡിയോഫോബിയ എന്നറിയപ്പെടുന്നത്. ഇപ്പം നമ്മൾ പാമ്പുകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓഫിയോളജിയാണ്. പാമ്പുകളെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് ഓഫിയോളജി. ആ രീതിക്ക് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഓഫിഡിയോഫോബിയ എന്നറിയപ്പെടുന്നത് പാമ്പുകളോടുള്ള ഭയം, ഓഫിയോളജി എന്നറിയപ്പെടുന്നത് പാമ്പിനെക്കുറിച്ചുള്ള പഠനശാഖ. അടുത്തതായി ഓർണിത്തോഫോബിയ. ഓർണിത്തോഫോബിയ എന്നറിയപ്പെടുന്ന പേരിൽ തന്നെ ഉണ്ട്. ഓർണിത്തോ പറഞ്ഞ പക്ഷികളോടുള്ള ഭയത്തെയാണ് ഓർണിത്തോഫോബിയ എന്നറിയപ്പെടുന്നത്. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് ഓർണിത്തോളജി. അപ്പോൾ പക്ഷികളോടുള്ള ഭയത്തിന് അറിയപ്പെടുന്നത് ഓർണിത്തോഫോബിയ. ഫോബിയ എന്നറിയപ്പെടുന്നത് ഭയമാണ് അല്ലേ. അപ്പോൾ പക്ഷികളോടുള്ള ഭയത്തെ അറിയപ്പെടുന്നത് ഓർണിത്തോഫോബിയ. പക്ഷികളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഓർണിത്തോളജി. അടുത്തത് പനോഫോബിയാണ്. പനോഫോബിയ എന്നറിയപ്പെടുന്നത് ഭീതിപ്പെടുത്തുന്ന ദുരന്തം സംഭവിക്കുമെന്നുള്ള ഭയമാണ്. ഇപ്പോൾ വലിയ ആക്സിഡൻറ്റുകൾ അല്ലെങ്കിൽ ഭൂകമ്പങ്ങൾ, വെള്ളപ്പൊക്കങ്ങൾ അങ്ങനെയുള്ള ഭയത്തിനെയാണ് എന്ന് പറയുന്നത് ഭീതിപ്പെടുത്തുന്ന ദുരന്തം സംഭവിക്കുമെന്നുള്ള ഭയത്തെയാണ് പനോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. വലിയ വലിയ ആക്സിഡൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നുള്ള ഭയത്തെയാണ് പനോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് ഫിലോഫോബിയാണ്. ഫിലോഫോബിയ എന്നറിയപ്പെടുന്നത് സ്നേഹത്തിലായി പോകുമെന്നുള്ള ഭയം. ഇപ്പം നമ്മൾ പ്രണയം അങ്ങനെയൊക്കെ ഇല്ലേ, പ്രണയത്തിലായി പോകും എന്നുള്ള ഭയത്തിനെയാണ് ഫിലോഫോബിയ എന്നറിയപ്പെടുന്നത്. സ്നേഹത്തിലാകുമെന്നുള്ള ഭയം. ഇപ്പോൾ ഒരാൾ നമ്മളെ കണ്ട് കൂടുതൽ സംസാരിക്കുക അങ്ങനെ അടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അവരോട് ഒരു സ്നേഹം ഉണ്ടാവും. ആ സ്നേഹത്തിൽ അങ്ങനെ ആയി പോകുമെന്നുള്ള ഒരു ഭയത്തിനെയാണ് ഫിലോഫോബിയ എന്ന് പറയുന്നത്. ഫിലോ എന്ന് പറഞ്ഞാൽ ഫീലിങ്ങിലായി, സ്നേഹം എന്ന് പറഞ്ഞാൽ ഫീലിംഗ് അല്ലേ. അപ്പോൾ അതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. സ്നേഹത്തിലായി പോകുമെന്നുള്ള ഭയത്തിനാണ് ഫിലോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി ഫോബോഫോബിയ എന്നറിയപ്പെടുന്നത് ഭയത്തോടുള്ള പേടിയാണ്. ഇപ്പോൾ ഭയത്തിനെ നമ്മളിപ്പോൾ ഇരുട്ടാണെങ്കിലും അതിൽ ഒരു ഭയം വരും, നമ്മുടെ ഉള്ളിലൊരു ഭയമുണ്ട്. ആ ഭയത്തിനെ പേടിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് ഫോബോഫോബിയ എന്നറിയപ്പെടുന്നത്. പേടിയോടുള്ള പേടിയാണ് അറിയപ്പെടുന്നത് ഫോബോഫോബിയ എന്നറിയപ്പെടുന്നത്.
അടുത്തതായി പോഡോഫോബിയ. പോഡോഫോബിയ എന്ന് പറഞ്ഞാൽ കാൽപാദം, സ്വന്തം കാൽപാദത്തോട് പോലുള്ള ഭയത്തിനെയാണ് പോഡോഫോബിയ എന്ന് പറയുന്നത്. നമ്മൾ കാൽപാദത്തെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് പോഡോളജി എന്നാണ്. കാൽപാദത്തെക്കുറിച്ചുള്ള പഠനശാഖ അറിയപ്പെടുന്നത് പോഡോളജി. ഇപ്പോൾ അതുമായി കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. പോഡോഫോബിയ എന്നറിയപ്പെടുന്നത് സ്വന്തം കാൽപാദത്തെ പോലുള്ള ഭയമാണ്. ഇപ്പോൾ പോഡോളജി കാൽപാദത്തെക്കുറിച്ചുള്ള പഠനശാഖ, പോഡോഫോബിയ സ്വന്തം കാൽപാദത്തെ പോലുള്ള ഭയം. അടുത്തത് തനട്ടോഫോബിയാണ്. തനട്ടോഫോബിയ എന്നറിയപ്പെടുന്നത് മരണത്തോടുള്ള ഭയമാണ്. മരിക്കും എന്നുള്ള ആ ഒരു ചിന്ത അങ്ങനെ വന്നുകൊണ്ടിരിക്കില്ല. ഞാനിപ്പോൾ മരിക്കും എന്നുള്ളൊരു ഭയം വരുന്നില്ലേ, മരണത്തോട്, മരിക്കാനുള്ള പേടിനെയാണ് അറിയപ്പെടുന്നത് തനട്ടോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. മരണത്തോടുള്ള ഭയം തനട്ടോഫോബിയ എന്ന് അറിയപ്പെടുന്നു. അടുത്തത് തിയോഫോബിയാണ്. തിയോഫോബിയ എന്നറിയപ്പെടുന്നത് ദൈവത്തെയോ മതത്തെയോ ഉള്ള ഭയമാണ്. തിയോഫോബിയ എന്ന് പറയുന്നത് ദൈവത്തെയും മതത്തെയുമുള്ള ഭയത്തെയാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ തിയോളജിയുമായി ബന്ധപ്പെട്ടാണ് ദൈവം, മതം അങ്ങനെയുള്ള കാര്യങ്ങൾ തിയോളജിയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ തിയോഫോബിയ ഒന്ന് നമുക്ക് അത് കണക്ട് ചെയ്ത് പഠിക്കാവുന്നതാണ്. തിയോഫോബിയ എന്നറിയപ്പെടുന്നത് ദൈവത്തെയോ മതത്തെയോ ഉള്ള ഭയത്തിനെയാണ് തിയോഫോബിയ എന്നറിയപ്പെടുന്നത്. അടുത്തതായി ട്രിസ്കൈഡേക്കാഫോബിയ. ട്രിസ്കൈഡേക്കാഫോബിയ എന്നറിയപ്പെടുന്നത് 13 എന്ന അക്കത്തോടുള്ള ഭയമാണ്. 13 എന്ന അക്കത്തോടുള്ള ഭയത്തെ അറിയപ്പെടുന്നത് ട്രിസ്കൈഡേക്കാഫോബിയ എന്നാണ്. അടുത്തതായി ട്രിപ്നോഫോബിയ. ട്രിപ്നോഫോബിയ എന്നറിയപ്പെടുന്നത് സൂചിയോടുള്ള ഭയമാണ്. നമ്മൾ സൂചി നൂലും തുന്നുന്നില്ലേ, അപ്പോൾ അതിനോടുള്ള ഭയത്തെയാണ് ട്രിപ്നോഫോബിയ എന്നറിയപ്പെടുന്നത്. സൂചിയോടുള്ള ഭയത്തെ ട്രിപ്നോഫോബിയ എന്ന് അറിയപ്പെടുന്നു. അടുത്തതായി ട്രൈപ്പോഫോബിയ. ട്രൈപ്പോഫോബിയ എന്നറിയപ്പെടുന്നത് ദ്വാരങ്ങളോടുള്ള ഭയമാണ്. ദ്വാരങ്ങളോടുള്ള ചെറിയ ഹോൾ, ഇപ്പോൾ ടാങ്കുകളിലേക്ക് ഇറങ്ങുക എന്ന് പറയുമ്പോൾ അപ്പോൾ ഒരു ദ്വാരമില്ലേ, അതിനോടുള്ള ഭയത്തെയാണ് ട്രൈപ്പോഫോബിയ എന്നറിയപ്പെടുന്നത്. ദ്വാരങ്ങളോടുള്ള ഭയമാണ് ട്രൈപ്പോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി വെഹോഫോബിയ. വെഹോഫോബിയ എന്നറിയപ്പെടുന്നത് ഡ്രൈവിങ്ങിനോടുള്ള ഭയം, അത് വണ്ടി ഡ്രൈവിംഗ് ചെയ്യുന്നതിനോടുള്ള ഭയത്തെയാണ് വെഹോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. വെഹിക്കിളിനോടുള്ള ഭയം. അപ്പോൾ വെഹിക്കിൾ ഡ്രൈവിങ്ങുമായി നമുക്കതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് പഠിക്കാം. വെഹിക്കിളിനോടുള്ള ഭയം അല്ലെങ്കിൽ ഡ്രൈവിങ്ങിനോടുള്ള ഭയത്തിനെയാണ് വെഹോഫോബിയ എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി സെനോഫോബിയ. സെനോഫോബിയ എന്നറിയപ്പെടുന്നത് അജ്ഞാതരോടുള്ള ഭയമാണ്. സെനോഫോബിയ എന്നറിയപ്പെടുന്നത് അപരിചിതരായ വ്യക്തികളോടുള്ള, അതായത് അപരിചിതരായവരോടുള്ള ഭയമാണ് സെനോഫോബിയ എന്നറിയപ്പെടുന്നത്. നമുക്ക് പരിചയമില്ലാത്ത ഓരോ വ്യക്തികളെ കാണുമ്പോൾ അവരോടുള്ള ഭയത്തെ സെനോഫോബിയ എന്ന് അറിയപ്പെടുന്നു. ഇന്നത്തെ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ആളെന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.